ഹായ് ഫ്രണ്ട്സ്, ജൂനിയർ ജിയോഫിസിസ്റ്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ക്ലാസ് 3യിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ആവറേജ് ഡെപ്ത് ഓഫ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി? മൊഹറോവിച്ച് ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഷോർട്ടസ്റ്റ് ഫോമാണ് നമ്മൾ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന പേരിൽ പറയുന്നത്. ഭൂമിയുടെ ക്രസ്റ്റും മാൻറ്റിലും തമ്മിലുള്ള ബൗണ്ടറിയെ ആണ് നമ്മൾ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എന്താണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? മോഹോ ഡിസ്കണ്ടിന്യൂറ്റി അഥവാ മൊഹറോവിച്ച് ഡിസ്കണ്ടിന്യൂറ്റി ഭൂമിയുടെ ക്രസ്റ്റും മാൻറ്റിലും തമ്മിലുള്ള ബൗണ്ടറിയാണ്. ഇത് 1909 ആൻഡ്രിജ മൊഹറോവിച്ച് എന്ന ഒരു സീസ്മോളജിസ്റ്റ് ആണ് കണ്ടെത്തിയത്. ആൻഡ്രിജ മൊഹറോവിച്ച് എന്ന ഒരു സീസ്മോളജിസ്റ്റ് ആണ് കണ്ടെത്തിയത്. ഡെപ്ത്: മോഹോ ഡിസ്കണ്ടിന്യൂറ്റിയുടെ ആഴം കോണ്ടിനെൻസിൽ ശരാശരി 35 കിലോമീറ്റർ ആണ്. എത്രയാണ്? കോണ്ടിനെൻസിലാണെങ്കിൽ അത് 35 കിലോമീറ്റർ ആണ്. അതുപോലെ ഓഷൻ ഫ്ലോറിൽ ഇത് 5 to 10 കിലോമീറ്റർ ആണ്. ഓഷൻ ഫ്ലോറിൽ ഇത് 5 to 10 കിലോമീറ്റർ ആണ്. 5 to 10 കിലോമീറ്റർ എവിടെയാണ്? ഓഷൻ ഫ്ലോർ. ഈ ബൗണ്ടറിയിൽ സീസ്മിക് വേവ്സിൻ്റെ വെലോസിറ്റി കാര്യമായും ചേഞ്ച് ചെയ്യുന്നു. കാരണം മാൻറ്റിലിൽ ഉള്ള മെറ്റീരിയൽസ് ക്രസ്റ്റിൽ ഉള്ളവയേക്കാൾ കൂടുതൽ ഡെൻസാണ്. അപ്പം ഡെൻസായിട്ട് കാണപ്പെടുന്നത് മാൻറ്റിലാണ്, ക്രസ്റ്റിലുള്ളവയേക്കാൾ കൂടുതലായിട്ട്. മനസ്സിലായോ? മോഹോയുടെ മുകളിൽ ക്രസ്റ്റിൽ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ബസാൾട്ട് പോലുള്ള ലൈറ്റർ റോക്സ് ഉണ്ട്. ലൈറ്റർ ആയിട്ടുള്ള റോക്സ് ഉണ്ട്. അതിനേക്കാൾ താഴെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാൻറ്റിലിൽ പെരിഡോറ്റൈറ്റ് പോലുള്ള ഡെൻസർ മെറ്റീരിയൽസ് ആണ് ഉള്ളത്. എന്താണ് പെരിഡോറ്റൈറ്റ്? പെരിഡോറ്റൈറ്റ് പോലെയുള്ള ഡെൻസർ മെറ്റീരിയൽസ് ഉള്ളത് എവിടെയാണ്? മാൻറ്റിലിൽ. ഇപ്പോൾ മോഹോയുടെ മുകളിൽ ക്രസ്റ്റിലാണെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റോ അതുപോലെ ബസാൾട്ടോ പോലെയുള്ള ലൈറ്റർ റോക്സ് ആണ് ഉള്ളതെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള മാൻറ്റിലിൽ പെരിഡോറ്റൈറ്റ് പോലെയുള്ള ഡെൻസർ മെറ്റീരിയൽസ് ആണ് ഉള്ളത്. ഈ ബൗണ്ടറി ഭൂമിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറും കോമ്പോസിഷനും മനസ്സിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ MCQ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ ആവറേജ് ഡെപ്ത് ഓഫ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആവറേജ് ഡെപ്ത് എന്നുള്ള രീതിയിൽ പ്ലെയിനായിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ 35 കിലോമീറ്റർ ആണ്. പക്ഷേ ഓഷൻ ഫ്ലോർ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ 5 to 10 കിലോമീറ്റർ എന്ന് വേണം കൺസിഡർ ചെയ്യാൻ. ഓഷൻ ഫ്ലോറിൽ ഇത് 5 to 10 കിലോമീറ്റർ ആണ്. പക്ഷേ മോഹോ ഡിസ്കണ്ടിന്യൂറ്റിയുടെ ആഴം കോണ്ടിനെൻസിൽ ശരാശരി 35 കിലോമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അതിൽ ഓർത്തിരിക്കേണ്ടത് ഇത് ആരാണ് കണ്ടെത്തിയ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ആൻഡ്രിജ എന്നാണ് സയൻറ്റിസ്റ്റിൻ്റെ പേര് കേട്ടോ. എന്താണ്? ആൻഡ്രിജ. പിന്നെന്താണ്? മൊഹറോവിച്ച് എന്നാണ് നമ്മളിതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം ആൻഡ്രിജ മൊഹറോവിച്ചിൻ്റെ പേരിലാണ് ഈ ഒരു പേര്, അതായത് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള സെപ്പറേഷനാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി? ക്രസ്റ്റും മാൻറ്റിലും തമ്മിലുള്ള സെപ്പറേഷനാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഏതൊക്കെ തമ്മിലുള്ള ബൗണ്ടറി സെപ്പറേഷനാണ്? മാൻറ്റിലും ഔട്ടർ കോറും തമ്മിലുള്ള സെപ്പറേഷനാണ്. ഇവിടെ ക്രസ്റ്റും മാൻറ്റിലും തമ്മിലുള്ള സെപ്പറേഷൻ വന്നപ്പോഴാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി വന്നത്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 35 കിലോമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ആവറേജ് ഡെപ്ത് ഓഫ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി? 35 കിലോമീറ്റർ.